സന്തോഷം തന്നെ, അല്ലാതെ നമ്മൾ ഇതിനകത്ത് മറ്റൊന്നുമല്ല നമുക്ക് പറയാനുള്ളത്. ഒരുപാട് സന്തോഷം. എൻ്റെ നാട്ടിലേക്കാണ് ഞാൻ മത്സരിക്കുന്നത്, എൻ്റെ നാടിന് വേണ്ടിയാണ് ഞാൻ മത്സരിക്കാൻ പോകുന്നത്. ഏറ്റുമാനൂർ മണ്ഡലത്തിൽ അയ്മനം ഗ്രാമപഞ്ചായത്തിലാണ് ഞാൻ താമസിച്ചിരുന്നത്. ഞാനിപ്പോൾ വർക്കും ഷൂട്ടും ഈ ഇൻഡസ്ട്രിയിൽ വന്നതിന് ശേഷമാണ് നാട്ടിൽ നിന്ന് കുറച്ച് വിട്ട് നിൽക്കുന്നത്. നല്ല ഉത്സവ സമയത്തൊക്കെ അവിടെ പോകാറുണ്ട് പറ്റുന്ന പോലെ. പിന്നെ എൻ്റെ ബന്ധുക്കളൊക്കെ അവിടെ തന്നെ ഉള്ളവരാണ്, കോട്ടയംകാരാണ് മൊത്തം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ നാട്ടിൽ എന്നെ അറിയാവുന്ന, എനിക്കറിയാവുന്ന എൻ്റെ ബന്ധുക്കൾക്കും എൻ്റെ നാട്ടുകാർക്കും വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായി ഒരു അവസരം കിട്ടിയതാണ്. അപ്പോൾ അതൊരിക്കലും ഞാൻ പാഴാക്കില്ല. നമുക്ക് വളരെ എന്താ പറയുക, നമുക്ക് വ്യക്തമായിട്ട് അതിനെ പറ്റിയിട്ട് നമുക്കെല്ലാവർക്കും ഉറപ്പുള്ള കാര്യമാണ്. 2020 നമ്മളെല്ലാം കണ്ടതാണ്. കിഴക്കമ്പലത്ത് ഭക്ഷ്യസുരക്ഷയൊക്കെ ഉറപ്പാക്കിയിരിക്കുന്നു, വികസനം, ഇതൊക്കെ സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു വലിയ പദ്ധതിയാണത്. ആ പദ്ധതി കേരളത്തിലെ ഓരോ പഞ്ചായത്തിലും വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നാലോചിച്ച് നോക്കൂ. അത് തന്നെയാണ്, വേറൊന്നുമില്ല ഇതിലേക്ക് അട്രാക്ട് ചെയ്യാൻ. അങ്ങനെ ഒരു 2020 എൻ്റെ ഭാഗമായി 2020 സാബു സാർ ഇങ്ങനൊരു അതിൻ്റെ ആൾക്കാരെന്നെ വിളിക്കുമ്പം ഞാൻ ആദ്യം ചിന്തിച്ചതാണ്, ഇതുപോലെ ആയിരുന്നു കേരളത്തിലെ ഓരോ പഞ്ചായത്തുമെങ്കിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ മാറിക്കിട്ടും അല്ലേ. കൂടുതലും നമ്മുടെ നാട്ടിലെ, എൻ്റെ നാട്ടിലെ പ്രശ്നങ്ങൾ പറയാൻ അവർക്ക് ഈസിയാണ്. എൻ്റെ അടുത്ത് വന്ന് പറയാം, എന്നെ അറിയാവുന്നവരാണ് കുറേ ആൾക്കാർ. ഏറ്റുമാനൂർ സൈഡിലൊക്കെ കുറവാണെങ്കിൽ കൂടി, പക്ഷേ നമ്മുടെ ഈ പറഞ്ഞ പഞ്ചായത്തിലും ഒക്കെ. പിന്നെ ഇനി അങ്ങോട്ട് ചെല്ലുകയല്ലേ, എല്ലാവരെയും പരിചയപ്പെടാം. ഞാൻ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യാണ്. ഇപ്പോൾ ഇതിനകത്ത് ജയം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. എന്തായാലും ഇനി അങ്ങോട്ട് ഞാൻ അവിടെ കോട്ടയത്ത് തന്നെ ഉണ്ടാവും. രംഗത്ത് സഹപ്രവർത്തകരൊക്കെ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണത്തിനൊക്കെ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതുവരെ ഞാൻ അങ്ങനെ ഈ ഒരു കാര്യം ഞാൻ എൻ്റെ അങ്ങനെയുള്ള സൗഹൃദങ്ങളോടൊന്നും സംസാരിക്കും. എനിക്ക് എല്ലാ പാർട്ടിയിലും സുഹൃത്തുക്കളുള്ള ഒരാളാണ് ഞാൻ. ഒരുപാട് വലയുള്ള ഒരാളാണ് ഞാൻ. അത് എൻ്റെ വളരെ ബെസ്റ്റ് ഫ്രണ്ട്സ് 1-2 പേർക്ക് മാത്രമേ ഞാൻ ഇന്നിപ്പം ഈ ന്യൂസിലൂടെ ആയിരിക്കും എല്ലാവരും അറിയുന്നത് ഞാനിങ്ങനെ പാർട്ടിയിലേക്ക് വന്നു എന്നുള്ളത്. വരുമോയെന്നറിയില്ല. അവർ വന്നാലും വന്നില്ലെങ്കിലും നമ്മൾ മുന്നോട്ടേക്ക് യാത്ര ചെയ്യും. വന്നാൽ സന്തോഷം, ഒന്നും അറിയില്ല. കാരണം എല്ലാവരുടെയും ഷൂട്ട് ഡേറ്റ് നമുക്ക് ഒരാളെയും കമ്പൽ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. എനിക്ക് കാണേണ്ടത് അവിടുത്തെ നാട്ടുകാരെയാണ്. അത് ഞാൻ നാളെ മുതൽ അവരുടെ മാക്സിമം എല്ലാവരുടെയും വീടുകളിൽ ചെന്ന് തന്നെ കാണും. കാരണം എന്നെ അറിയാത്ത കുറേ ആൾക്കാരുണ്ട് അവിടെ. അവരെ എനിക്ക് നേരിട്ട് തന്നെ കാണണം. അല്ലാതെ ചുമ്മാ ഒരു യാത്രയിലൂടെ അവരെ കണ്ടുപോകാൻ പറ്റില്ല. പറ്റുന്ന പോലെ ഈ വളരെ ചെറിയ സമയമാണ്, ഈ സമയത്തിനുള്ളിൽ മാക്സിമം എല്ലാവരെയും പോയി കണ്ട് അവർക്ക് എന്നിലൊരു വിശ്വാസം കൂടെ വരണ്ടേ. അല്ലാതെ ഞാൻ വെറുതെ സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. ആ വിശ്വാസം അവർക്ക് ഞാൻ ഉറപ്പാക്കും. ആകെ പറയാനുള്ളത് 2020 എന്ന് പറഞ്ഞ കൺസെപ്റ്റ്, 2020 എന്ന് പറയുന്ന ആ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ളൊരു പദ്ധതി ഈ പഞ്ചായത്തുകളിലൂടെ വന്നു കഴിഞ്ഞാൽ എൻ്റെ നാടും അടിപൊളിയാവും. അതാണ് എൻ്റെ ആഗ്രഹം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.